കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എന്തു ചെയ്യുക, നമ്മൾ ഈ വിവാദം, ഗർഭം, അലസിപ്പിക്കൽ ഈ ചർച്ചകളിൽ വല്ലാതെ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അത്രമേൽ ശ്രദ്ധിക്കാതെ പോയൊരു സംഗതിയാണ്. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 25 വർഷത്തിൻ്റെ 11ാം മാസം എത്തി നിൽക്കുമ്പോൾ മൊത്തം അച്ഛന്മാരെ വെട്ടിക്കൊന്ന കേസ് 9 എണ്ണവും അമ്മമാരെ മക്കൾ വെട്ടിക്കൊന്ന കേസ് 13 എണ്ണവും ഉണ്ട്. അത്ഭുതകരമായി രക്ഷപ്പെട്ട കേസുകൾ കൂടി എണ്ണിയാൽ കുറച്ചുകൂടി വരും. അതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്, നാടിൻ്റെ അടുത്ത്, കായംകുളത്ത് കണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഭിഭാഷകനായ മകൻ അമ്മയെയും അച്ഛനെയും തലങ്ങും വിലങ്ങും വെട്ടി. ഏറ്റവും ഭീകരവും ദാരുണവുമായ രീതിയിലാണ് ആ അച്ഛൻ്റെ മൃതദേഹം പോലും ലഭിച്ചത്. അമ്മ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഒരു സഹോദരനും സഹോദരിയുമുണ്ട് എന്നാണ് പറയുന്നത്. ഈ സഹോദരിയുടെ വീട്ടിൽ വളരെ അപകടകരമാം വിധം ഈ പയ്യൻ എത്തിയപ്പോൾ വളരെ തന്ത്രപൂർവം അവർ കൂട്ടിക്കൊണ്ടുവന്ന് മുറിക്കകത്ത് അടയ്ക്കുകയായിരുന്നു. ഈ പയ്യനെ മുറിക്കകത്ത് അടയ്ക്കുകയായിരുന്നു. ആ അടച്ചിട്ട മുറിയിൽ ഇതേ അവസ്ഥയിൽ കിടക്കുമ്പോൾ മകൻ വിശക്കില്ലേ എന്നോർത്ത് ഭക്ഷണവും കൊണ്ടുചെന്ന അമ്മയെയാണ് തലങ്ങും വിലങ്ങും വെട്ടിയത്. അമ്മ ഹൃദയം വേദനിക്കുമല്ലോ. നമ്മളെ ഒരു കാര്യവുമില്ലാതെ അന്വേഷിക്കാനും മണിക്കൂറുകളോളം നമ്മളോട് വിശേഷം പറയാനും റീസൺലെസ്സായി നമ്മളെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ അമ്മയല്ലാതെ ആരും ഉണ്ടാവില്ലല്ലോ. അത് നഷ്ടപ്പെടുമ്പോഴേക്കും പിന്നെ നമ്മൾ ശൂന്യനായി, ദരിദ്രനായി, വെയിലത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് ഞാനും അനുഭവിക്കുന്നുണ്ട്, എന്നെപ്പോലെ ഒരുപാട് പേരും അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും അങ്ങനെ ചെന്ന് തുറന്നപ്പോഴാണ് ഈ മകൻ അമ്മയെയും അച്ഛനെയും വെട്ടിയത്. നിർഭാഗ്യവശാൽ അച്ഛൻ ബലവാനും ശക്തിമാനും ആയതുകൊണ്ട് അമ്മയെ വെട്ടുന്നത് കണ്ട് മുന്നോട്ട് ആഞ്ഞു ചെന്നിട്ടുണ്ടാവും. വെട്ടി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു, മുഖം പോലും കാണാത്ത രീതിയിൽ. ഇപ്പോൾ ആ മകനെക്കുറിച്ച് ഒരു പെൺകുട്ടി പ്രതികരിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടു. നമ്മളൊരുപാട് പൂവും പൂങ്കാവനവും മഴയും മഴത്തുള്ളികളുമൊക്കെ റീൽസായി പാട്ടിട്ട് അനുഭവിക്കുമ്പോൾ ഇത്തരം ചില സംഗതികൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. മദ്യലഹരിയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന ഒരു റീലാണിത്. ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടൽ തോന്നി. ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത്. പരിചയം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കൂടെ എഞ്ചിനീയറിങ്ങിന് ഏകദേശം 1.5 വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പഠിത്തം മതിയാക്കി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ള ഒരു യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. ആ ടൈമിൽ തന്നെ പുള്ളി അധികം ആരുമായിട്ട് വലിയ കോണ്ടാക്ട്സ് വെക്കുന്ന ഒരാളും അല്ലായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ ക്ലാസ്സിൽ പഠിച്ചതിൽ കുട്ടികൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ വരികയും ക്ലാസ്സിലധികം കയറാതിരിക്കുകയും അതുപോലെ തന്നെ യാതൊരുവിധ പഠിത്ത കാര്യത്തിലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി അയാൾ തന്നെ ആയിരുന്നു. കാര്യം അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ അച്ഛൻ വലിയ കോൺട്രാക്ടറാണ്, അതാണ് അച്ഛൻ്റെ കാശുണ്ട്, ഇതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സിന് പോകും, എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവന് ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാദർ ആയിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്കിടയിൽ അവൻ ഇങ്ങനൊരു എന്താ പറയാ, അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു ഈ ഒരു കാര്യത്തില്. പക്ഷേ എന്താ പറയാ, ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴും മകനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളതും. നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്തണമെന്നും കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയായാലും ഇനി വന്നുകൊണ്ടിരിക്കുന്ന തലമുറയായാലും ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്തേ പറ്റുള്ളൂ. വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ വിധി ആർക്കും വരാതിരിക്കട്ടെ. ഒരുപാട് വരുംകാലങ്ങളിൽ രക്ഷകർത്താക്കൾ പഠിക്കാനുള്ള സംഗതികളാണ് കൂടെ പഠിച്ചൊരു കുട്ടി അവൾ നേർക്കുനേരെ കണ്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞു പോയത്. നമ്മുടെ മുന്നിലൂടെയും ഇതുപോലെ ഒരുപാട് കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. അറിയില്ല ഇപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഈ പറഞ്ഞ സംഗതികളിൽ ചിലത് വളരെ ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. മക്കൾ
എന്ന് പറയുന്നത് ഒരേ സമയം അനുഗ്രഹമാണ്, അതേസമയം കടുത്ത പരീക്ഷണവുമാണ്. ഇത്രമേൽ മുറിക്കകത്ത് കയറി ഈ പറയുന്നത് പോലെ ക്രൂരത ചെയ്യാൻ വേറൊരാൾക്ക് അവസരം കിട്ടില്ല. വേറൊരാൾ കയറിയാൽ നമ്മൾ കള്ളൻ കയറി എന്ന് പറയും. മക്കൾ നമ്മളെ ചെയ്താൽ നമ്മൾ ഓർക്കത്തില്ല കള്ളനാണെന്ന്, നമ്മുടെ കൊലയാളിയാണെന്നും വിചാരിക്കത്തില്ല. അമ്മ ആഹാരം കൊടുക്കാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരിക്കലും അവനിങ്ങനെ എന്നെ വെട്ടി തീർത്ത് കളയും എന്ന് ആരോർക്കും? ഒരാൾ പോലും ഓർക്കില്ല. പക്ഷേ അങ്ങനെ മക്കളാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം ഇവരെ വാത്സല്യത്തോടെ പുന്നാരിച്ച് വളർത്തുന്ന കാലത്തെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വീട്ടിൽ സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും, അല്ലെങ്കിൽ മാർഗമുണ്ടെങ്കിൽ പോലും അവരെ അതിൻ്റെ ഒരു പരുവം എന്ന് നമ്മൾ പറയത്തില്ലേ. ഇപ്പോൾ വീട്ടിലൊത്തിരി ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കഞ്ഞി വെച്ചിട്ട് അത് ഗ്യാസ് തീരുന്നത് വരെ നമുക്കതിനെ തിളപ്പിച്ച് കളയാം എന്ന് വിചാരിക്കില്ലല്ലോ. അതിനൊരു പരുവം ഉണ്ടാവില്ലേ? നന്നായി വെന്ത് അളിയുന്നതിന് മുമ്പ് എന്നാൽ വേകാതിരിക്കുന്നതിൻ്റെ നടുവിലുള്ള ഒരവസ്ഥ. അങ്ങനെയല്ലേ നമ്മളത് ചോറായിട്ട് അതിനെ നമ്മൾ ചെന്ന് വാരി നോക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റിസർച്ചിലൊക്കെ സാമ്പിളിങ് എന്ന് പറയുന്ന മെത്തേഡാണ് അവിടെ ഒരമ്മ ചെയ്യുന്നത്. ഇങ്ങനെ കൈകൊണ്ടത് അതിൻ്റെ പരുവം നോക്കുന്നത് പോലെ മക്കളുടെ കാര്യത്തിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ അതിൻ്റെ ഒരു പരുവം നോക്കണം. എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കണം, എന്താണ് ഡിമാൻഡെന്ന് നോക്കണം, നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് നല്ല ബോധ്യം വേണം. ഇതിൻ്റെ അർത്ഥം പരമദരിദ്രനായി നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ ചിലവാക്കാതെ അവനെ ഇട്ട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിക്കണം എന്നല്ല. പക്ഷേ ജീവിതത്തിൻ്റെ വേവും ചൂടും പരുവവും അറിഞ്ഞു വളർത്തുന്ന കാര്യത്തിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. നമ്പർ 1. രണ്ടാമത്തേത്, അവനിൽ ബിൽഡ് ചെയ്യുന്നൊരു സെൽഫ് ഇമേജ് ഉണ്ട്. ആ സെൽഫ് ഇമേജ് ഒരു അഹങ്കാരിയായ പിതാവിൻ്റെ മകൻ എന്ന നിലയിലാണെങ്കിൽ അവനിലേക്ക് ആ ചട്ടമ്പിത്തരം കയറും. വളരെ ധനികനായ ഒരു പിതാവിൻ്റെ മകൻ എന്നുള്ള ചിന്തയിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ആ സമ്പത്തിനോടുള്ള ഒരു നിഷേധം അതുകൊണ്ടുണ്ടായിത്തീരുന്നൊരു ഭാവം ജനിക്കും. പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള മദ്യപാനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണെങ്കിൽ അതേ ഇൻസ്റ്റിങ്ക്റ്റ് അവനിലുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അവൻ്റെ സെൽഫ് അതിൻ്റെ കറക്റ്റ്നെസ്സോടെ അതിൻ്റെ ശരിയായ രീതിയിൽ അവനൊരു ബോധ്യം നൽകുന്ന രീതിയിൽ ഒന്നെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ ഘടകങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കയറ്റി, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ. ഇപ്പോൾ ഒരാൾ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ആ മതം അനുശാസിക്കുന്ന ചിന്ത എന്താണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കി അവനെയും കൂടി ഒപ്പം കൂട്ടി നമ്മൾ സഞ്ചരിച്ച് അവനിൽ നമ്മുടെ ഒരു ഇമേജിങ് ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് ഇമേജിങ് എബൌട്ട് ദ സൊസൈറ്റി, എബൌട്ട് ദ സറൗണ്ടിങ്, എബൌട്ട് ദ ഫാമിലി, എബൌട്ട് ദി പിയേഴ്സ്, എബൌട്ട് ദി എന്താ പറയുന്നത് ആ പിന്നെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെയുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ എക്സ്പോഷറിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ചിന്തയുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ഈ വാത്സല്യത്തിടമ്പാകുമ്പോൾ ഇങ്ങനെ വഴിവിട്ട് അങ്ങോട്ട് പോയി തുടങ്ങുന്നു എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ ആദ്യ നിമിഷം തന്നെ തിരിച്ചു പിടിക്കാൻ നമുക്കാവണം. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഞാനിത് പറയാൻ കാരണം ചില രക്ഷകർത്താക്കളൊക്കെ പ്രവാസികളാണ്. മക്കളിങ്ങനെ പല ട്രാക്കിൽ നിന്ന് മാറുന്നു എന്ന് നോക്കുമ്പം ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ അതൊക്കെ മറച്ചു വെച്ച് വാപ്പ അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് അതിന് തണൽ നൽകി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയിട്ട് അവസാനം ഒരു ഘട്ടം എത്തുമ്പോൾ കയ്യിൽ കിട്ടാത്തവണ്ണം വഷളാവുമ്പോൾ നമ്മൾ എവിടെ ചിറയൻകീഴോ ഈ ആറ്റിങ്ങൽ എവിടെയോ അറഞ്ചം പുറഞ്ചം വെട്ടിയില്ലേ, 3-4 പേരെ വെട്ടിക്കൊന്ന ഒരുത്തൻ, അങ്ങനെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതി വരും. അതുപോലെ ചില പിതാക്കന്മാർ മക്കളെ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, അങ്ങനൊരു വഴിയൊന്നുമില്ല. ഇതവസാനം ഈ മക്കളെന്ന് പറയുന്നത് ഈ തന്തയുടെയും തള്ളയുടെയും പെടലിക്കേ വരുവുള്ളൂ. അത് എപ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് വഴിയൊന്നും പറഞ്ഞ് ഒഴിയാനൊക്കില്ല. വഴി പറഞ്ഞ് ഒഴിയേണ്ടത് വിവാഹം കഴിക്കുന്നതിന് ആ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ എന്നാൽ പെൺകുട്ടി മതി അല്ലെ ആൺകുട്ടി മതി എന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാവണം. അവിടെ മുതലുണ്ടാകുന്ന ഉത്തരവാദിത്വം അവസാനം വരെ ഉണ്ടാവുകയും വേണം. മക്കളെ ചിലരിങ്ങനെ വാത്സല്യിക്കുന്നവരുണ്ട്, പുന്നാരിക്കുന്നവരുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ പിതാവൊക്കെ വളരെ ചെറിയ ക്ലാസ്സുകളിൽ മാത്രം പഠിച്ച കുറേ പറമ്പും പാടവുമൊക്കെയുള്ള പരമ്പരാഗതമായി ഒത്തിരി സ്വത്തുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളായിരുന്നു ഞാൻ. എൻ്റെ മൂത്തതും ഒരു ജ്യേഷ്ഠൻ, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് 2 ആൺകുട്ടികൾ. 9ഉം 10ഉമായി ജനിച്ചവരാണ്. വാത്സല്യത്തിനും പുന്നാരിക്കാനും അതിൻ്റെ ഏറ്റവും നല്ല കാലവും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഓർക്കാറുണ്ട്.
വാപ്പയ്ക്കുള്ള റേഷൻ കടയിൽ അവിടെ ബാക്കിയുള്ളവരോടൊപ്പം പോയി നിന്ന് അരി തൂക്കി കൊടുക്കുക, കണക്കെഴുതുക, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്. പശുവിന് ആവശ്യമായ സംഗതികൾ വാങ്ങിക്കുക, പശുവിനെ കുളിപ്പിക്കുക, ചാണകം വാരുക, ഇതൊക്കെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി വാപ്പയ്ക്ക് കരുത്തും കഴിവുമുള്ള സമയത്ത് നമ്മുടെ മേൽ നിർദ്ദേശിച്ച് നമ്മളെക്കൊണ്ട് നടപ്പിലാക്കിയിരുന്ന കാര്യങ്ങളാണിതൊക്കെ. അതിനേക്കാളൊക്കെ ഉപരി ഈ പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ അതെല്ലാം ഉഴുതുമറിച്ച് അവസാനം 2 ആളുകൾ ചേർന്ന്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞുള്ളയമ്മാവനും വാസുവേട്ടൻ എന്ന് പറയുന്ന 2 പേര് ഇങ്ങനെ പിടിച്ച് പുറകിലൊരാൾ കലപ്പ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിലിങ്ങനെ നെല്ല് ഒരു പിടി വീതം ഇങ്ങനെ വാരിയിട്ട് പോവും, നെല്ല് വിതയ്ക്കുന്നത്. എന്നിട്ട് അതൊരു ചെരുപ്പെന്ന് പറയുന്ന ഒരു സാധനം കണ്ട്, ഒരു വീതിയിലുള്ള തടി, നല്ല ഭാരമുള്ള ഒരു തടിയാണ്, അത് പുറകിൽ 2 പേര് വലിച്ചുകൊണ്ട് പോകണം. അത് മിക്കപ്പോഴും വലിക്കുന്നത് ഞാനും എൻ്റെ ജ്യേഷ്ഠനുമാണ്. ഞങ്ങളാണ് 2 കാളകൾ. ആ പണിക്കാരോടൊപ്പം ഞങ്ങളും വലിക്കും, എന്നിട്ട് അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കും, അവരോടൊപ്പം ഇറങ്ങും. ഇതെല്ലാം ചെയ്തപ്പോൾ ഈ എന്താ പറയുന്ന ഡെവലപ്മെൻറ്റ് സൈക്കോളജിയും റീൽസും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒന്നും കണ്ട ആളായിരുന്നില്ല എൻ്റെ വാപ്പയൊക്കെ. പക്ഷേ അവർക്കൊക്കെ ഈ അനുഭവങ്ങളുടെ ഒരു സംഗതി ഉണ്ടായിരുന്നു. നമ്മൾ ഈ സമ്പാദിക്കുന്നതിൻ്റെ തത്രപ്പാടിൽ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും, അതും അപകടമാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ പാരമ്പര്യത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത്, നമ്മുടെ ഉപ്പുപ്പാടയായിരുന്നു കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ്, പിന്നെ അതേണ്ട അറബിക്കടലിൻ്റെ സൈഡിലുള്ള സ്ഥലം മൊത്തം എൻ്റെ അപ്പച്ചിയായിരുന്നു. ഈ അഹങ്കാരമൊക്കെ കുട്ടികളെ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താക്കി തീർക്കുമെന്നറിയോ? അവർക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാവും, ഒരുതരം നിഷേധഭാവത്തിൽ വളർന്നു വരും. ചില നിഷേധം ടോക്സിക് ആയില്ലെങ്കിലും വിവാഹബന്ധങ്ങളിലും അത്തരം കാര്യങ്ങളിലും ആ കുടുംബവുമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതിന് പ്രയാസമുണ്ടാവും. ചില ടോക്സിസിറ്റി ഇതുപോലെ ഗ്രേവായി മാറുകയും ചെയ്യും. ആ കഥയാണ് ഈ പെൺകുട്ടിയുടെ പാഠത്തിൽ നിന്ന് സമൂഹവും മാതാപിതാക്കളും പഠിക്കേണ്ടത്.